പിണറായി സർക്കാരിൽ പാർട്ടിക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട്. നിയന്ത്രണം ഉണ്ടായിരുന്നുവെങ്കിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാമായിരുന്നു. അഹങ്കാരം, അഴിമതി, സ്വജന പക്ഷപാതം, ആഡംബര ജീവിതം എന്നീ മോശം പ്രവണതകൾ നേതാക്കളിലുണ്ടായി. പിണറായി വിജയനെ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണം തിരിച്ചടിയായെന്നും CPM വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച അവലോകന റിപ്പോർട്ടിൽ പറയും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് CPIM കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ട്. കേരളത്തിൽ പാർട്ടിക്ക് ഭരണമുണ്ടായിരുന്നപ്പോഴെല്ലാം സർക്കാരിനെ നിരീക്ഷിക്കാൻ ഉപസമിതിയെ നിയോഗിച്ചിരുന്നു. എന്നാൽ 2 പിണറായി സർക്കാരുകളുടെ കാലത്തും അത് ഉണ്ടായില്ല. പാർട്ടിയുടെ നിയന്ത്രണം സർക്കാരിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാമായിരുന്നു. ചില മന്ത്രിമാർ ഉദ്യോഗസ്ഥരെ കൂടുതലായി ആശ്രയിച്ചു. 10 വർഷത്തിനിടെ അഹങ്കാരം, അഴിമതി, സ്വജനപക്ഷപാതം, ആഡംബര ജീവിതം എന്നീ മോശം പ്രവണതകൾ നേതാക്കളിൽ ഉണ്ടായി. ഇത് തിരുത്താതിരുന്നതിനാൽ പാർട്ടിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടമായി. പൊതുവേദിയിൽ ചില നേതാക്കളുടെ വാക്കും പ്രവൃത്തിയും പാർട്ടിക്ക് എതിരെ എതിരാളികൾ ഉപയോഗിച്ചു. പൊതുയോഗത്തിലും മാധ്യമങ്ങൾക്ക് മുൻപിലും സംസാരിക്കുന്നതിൽ ചില നേതാക്കൾക്ക് ശ്രദ്ധയുണ്ടായില്ല. ഉന്നത നേതാക്കളിൽ നിന്നടക്കം അത്തരം പ്രതികരണങ്ങൾ ഉണ്ടായി. പിണറായി വിജയനെ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണവും ഗുണം ചെയ്തില്ലെന്നും അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. KK ശൈലജ ടീച്ചറെ മണ്ഡലം മാറ്റിയത് കണ്ണൂരിൽ തിരിച്ചടിയായെന്നും റിപ്പോർട്ടിലുണ്ട്. മണ്ഡലം മാറ്റുന്നതിന് പാർട്ടി പറഞ്ഞ ന്യായങ്ങൾ ജനങ്ങൾക്കിടയിൽ വിലപ്പോയില്ല. ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും വീഴ്ചയുണ്ടായി. സ്വജനപക്ഷപാതമെന്ന ആരോപണം സംസ്ഥാനത്താകെ വിപരീത സന്ദേശമുണ്ടാക്കി. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ A. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നടപടി എടുത്തിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടാകില്ലായിരുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചതിലും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി അത് വായിച്ചത് പാർട്ടിയുടെ മതനിരപേക്ഷ പ്രതിച്ഛായയ്ക്ക് കോട്ടമുണ്ടാക്കിയെന്നും വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളിലെ ചില നേതാക്കളുടെ പ്രതികരണം ജനങ്ങൾക്കിടയിൽ അവമതിപ്പ് ഉണ്ടാക്കിയെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. PM ശ്രീ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച ഉണ്ടായെന്നും റിപ്പോർട്ട് വിമർശിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.